بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. റബീഉൽ ആഖിർ മാസത്തിൽ സ്വാഭാവികമായും ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളടക്കമുള്ള പ്രമുഖരായ മഹാന്മാരായ ഔലിയാക്കളുടെ ഓർമ്മ ദിനങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും വ്യാപകമായി നമ്മുടെ പരിസരങ്ങളിൽ കാണപ്പെടാറുണ്ട്. ഇൻഷാ അല്ലാഹ്, പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഖുർആനിന്റെ വളരെ കൃത്യവും വ്യക്തവുമായ അറിയിപ്പിലൂടെയും അള്ളാഹുവിന്റെ ഖുർആനിന്റെ മിക്കവാറും ചില ആയത്തുകളിലൂടെയും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ചില വിശേഷണങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹിന്റെ പൊരുത്തം തരട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? മറ്റൊന്നിനുമല്ല, അവരെ നമ്മുടെ ജീവിതത്തോട് ചേർക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വകൂനു മഅസ് സ്വാദിഖീൻ എന്നാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, നിങ്ങൾ തഖ്വയുള്ളവരാവണം, അല്ലാഹുവിന്റെ അസ്വാദിഖീങ്ങൾ എന്ന് പറയുന്ന മഹത്തുക്കളുടെ കൂടെ ചേരണം. നമ്മുടെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ അനുകരിക്കാം. നമുക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും റബ്ബ് ആദരിച്ചവരും അവർ മഹാന്മാരുമാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഔലിയാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് യൂനുസിന്റെ ആയത്തുകളിൽ അവരുടെ സവിശേഷതകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. അതേക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം മാത്രമാണ് നമ്മുടെ ഈ പരിമിതമായ സമയത്തിൽ ആഗ്രഹിക്കുന്നത്. ഔലിയാക്കളെ കുറിച്ചുള്ള നിരന്തരമായ ദീർഘമായ ക്ലാസ്സുകൾക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഈ സൂറത്ത് യൂനുസിന്റെ ആയത്തുകളിലൂടെ മാത്രം നമുക്കൊന്ന് സഞ്ചരിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. സൂറത്ത് യൂനുസിന്റെ 62, 63, 64 ആയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് 63, 64, 65 ആയത്തുകൾ. അല്ലാഹു തആല ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ സംസ്കരണങ്ങളും തസ്കിയത്തും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഔലിയാക്കളുടെ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകളാണ്. അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ആ പ്രത്യേകതകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളും വിലായത്തിന്റെ പദവിയിൽ എത്തിയവരാ. പൊതുവെ ഒരു ധാരണയുണ്ട്, വലിയെന്ന് പറഞ്ഞാൽ കുറെ അത്ഭുതങ്ങൾ കാണിക്കണം എന്ന്. അത് വിലായത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതല്ല. പിന്നെ ചിലരുടെ ധാരണയുണ്ട്, വലിയ എന്ന് പറഞ്ഞാൽ കുറെ മുഷിഞ്ഞ വസ്ത്രവും മുറുക്കിയ ഒരു വേഷവും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും പൊടി പിടിച്ച ശരീരവും അങ്ങനെയും ചിലർ ഔലിയാക്കളെ കുറിച്ച് കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും വിലായത്തിന്റെ മാനദണ്ഡങ്ങളിൽ പെട്ടതല്ല. വിലായത്ത് എന്ന് പറഞ്ഞാൽ തഖ്വയിൽ ജീവിക്കുക എന്നതാണ് അതിനർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ മുടി ചട പിടിച്ചും ശരീരം പൊടി പുരണ്ടും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച സാഹിദീങ്ങളായ ഔലിയാക്കൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കാണപ്പെടാം, അതൊക്കെ ഉണ്ടാവാം. അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഔലിയാക്കളുടെ ജീവിതത്തിന്റെ ഭാഗമായി പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവാം, ഇല്ല എന്നല്ല. അതൊക്കെ പ്രധാന മാനദണ്ഡങ്ങളാക്കേണ്ടതില്ല. ഒരു വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാൻ എന്നാണ് അതിനർത്ഥം.
വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ ആ ഒരു രീതിയിലേക്ക് വന്നാൽ വിലായത്ത് എന്ന് പറയപ്പെടാൻ പറ്റും. അവിടെ കറാമത്ത് വെളിവാകണം എന്ന് നിർബന്ധമില്ല എന്ന് മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. ഏതായാലും ഈ ആയത്തുകളിലേക്ക് കടന്നുവരാം. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു വലിയ പ്രഖ്യാപനം, ഒരു ഗൗരവമുള്ള കാര്യം പറയാൻ നേരത്താണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അലാ എന്ന് പറയൂ. തംബീഹാക്ക, ഒന്ന് ഉണർത്താൻ, എല്ലാവരെയും ഒന്ന് ഉണർത്തിയിട്ട് ഉണർന്ന് ചിന്തിക്കാൻ, ഉണർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്നറിയോ? അവർ വരാനുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു പേടിയുമില്ലാത്തവരാണ്. വരാനുള്ള കാര്യത്തിൽ യാതൊരു പേടിയും അവർക്കില്ല. കഴിഞ്ഞു പോയ കാര്യത്തിൽ അവർക്കൊരു ദുഃഖവും ഇല്ല. അതായത് ദുനിയാവിനെ അത്രേ അവർ കണ്ടിട്ടുള്ളൂ. വരാനിരിക്കുന്ന അവരുടെ ഭൗതിക കാര്യങ്ങളിൽ അവർക്ക് യാതൊരുവിധ പേടിയുമില്ല. പിന്നെയോ അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഭൂമിയിലെ നഷ്ടങ്ങളെ ഓർത്ത്, ദുനിയാവിന്റെ നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നവരുമല്ല. അങ്ങനെയുള്ളവർ ഔലിയാക്കൾ. അതായത് പൂർണ്ണമായും റബ്ബിൽ ലയിച്ചവർ എന്ന് അവിടെ നിന്ന് തന്നെ കിട്ടി. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത അതാ. അവർക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ അവർക്ക് സങ്കടമില്ല. വരാനുള്ള കാര്യങ്ങളിൽ ഇനി എന്താവും എന്നുള്ളൊരു പേടിയില്ല. കാരണം അള്ളാഹിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയൊക്കെ ആവാൻ നമുക്കൊക്കെ പറ്റണമല്ലോ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഒന്നാമത്തെ പ്രത്യേകത അതാ. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സങ്കടമൊന്നും തോന്നാറില്ല. അത് നഷ്ടമായല്ലോ എന്ന് തോന്നാറില്ല. വരാനുള്ള കാലം ഇനി എന്താവും എന്നുള്ള പേടിയും അവർക്കില്ല. ഇതാണ് ഔലിയാക്കളുടെ ഒന്നാമത്തെ പ്രത്യേകത ഖുർആൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ആരാണ്? ഇവരെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥമായ ശറഹുൽ അഖായിദിൽ മഹാനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി പറയുന്ന ഒരു നിർവചനമുണ്ട്. വലിയ എന്ന പദം തന്നെ മിനൽ വലാ എന്നാണ്. വലാ എന്ന പദം ലോപിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ വലിയ എന്ന പദത്തിന്റെ ക്രിയാധാതു വലാ എന്ന പദമാണ്. വലാ എന്ന് പറഞ്ഞാൽ ദൃഢഭക്തി എന്നാണ് അതിനർത്ഥം. ഉറച്ച ഈമാൻ എന്നാണ് അതിനർത്ഥം. വലിയ എന്ന് പറഞ്ഞാൽ അത്രയും ഉറച്ച ഈമാനുള്ള വ്യക്തിയായിരിക്കും. ആരാണ് വലിയ? സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളുടെ ശറഹുൽ അഖായിദ് പറയുന്നുണ്ട്, ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ഹസ്ബ മാ യുംകിനു അൽ മുവാദിബു അല ത്വാഅതി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹ്വാത്ത് എന്ന് പറയാം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞവർ. അള്ളാഹിനെ അറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ കുറിച്ചപ്പോൾ നമുക്ക് എന്താ അറിയാം? നമുക്ക് അള്ളാഹിനെ കുറിച്ച് അള്ളാഹു കാരുണ്യവാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ അത് നമുക്ക് ബോധ്യമായിട്ട് പറയണയാണോ? ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞ് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അള്ളാഹിനെ ശരിക്കും ബോധ്യമായിട്ടില്ല. നമുക്ക് ബോധ്യാവുന്ന രംഗം അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ്. പല വലിയ ആളുകളെ കുറിച്ചൊക്കെ പറയാം, അയാളായിട്ട് അടുക്കണം, അപ്പോഴാണ് അയാൾ എത്ര നല്ല മനുഷ്യനാന്ന് മനസ്സിലാവുക എന്നൊക്കെ പറയും. അത് അയാളായിട്ടുള്ള അടുപ്പാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സുന്നത്തായ അമലുകൾ കൊണ്ട് ധാരാളം കഴിയും. ഫർള് പൂർത്തീകരിച്ചിട്ട് സുന്നത്തായ അമലുകൾ നമ്മൾ അതിലേക്ക് വിശദീകരിച്ചു വരുന്നുണ്ട്. വലിയെന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി എന്ന പരിധിയിൽ നിന്ന് പരമാവധി അള്ളാഹുവിലേക്ക് അടുത്തവൻ ആണ് വലിയ. മാത്രവുമല്ല അൽ മുവാദിബു അല ത്വാഅതി, അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാ നന്മകളും മുടങ്ങാതെ ചെയ്യുന്നവനാണ്. പിന്നെയോ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ തിന്മകളെ പൂർണ്ണമായും അതിനെ ത്യജിക്കുന്നവനാണ്. പിന്നെ ദുനിയവിയായ സന്തോഷങ്ങളിലും സുഖാഡംബരങ്ങളിലും ലയിച്ചു പോകാത്തവനാണ്. അതാണ് വലിയ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥം വലിയ എന്ന വാക്കിന് കൊടുത്തിട്ടുള്ള നിർവചനം. അങ്ങനെ വരുമ്പോഴാണ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഇശാഇന്റെ ഒളു കൊണ്ട് സുബഹി നിസ്കരിക്കുന്ന പതിവ്, അതായത് പതിവായി ചെയ്യുന്ന അമലുകളെ വെടിപ്പായി ചെയ്യും. പതിവായി നല്ലവേറും ഇശാത്തോളുതോരുവാലെ 40 സുബഹി തോളുതോവർ 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഓരൂരാ കുളിച്ചോവർ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശുദ്ധിയെ നിലനിർത്താൻ വേണ്ടി റബ്ബിന്റെ പരീക്ഷണമായി വന്നിട്ടുള്ള ഒരു രാവിലുണ്ടായ 40 പ്രാവശ്യത്തെ അശുദ്ധിയെ
ആ മഹാനുഭാവൻ ശുദ്ധീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത്രയും വലിയ ത്യാഗം. സുബഹി നിസ്കരിക്കാൻ 40 കൊല്ലം ഇശ നിസ്കരിച്ച ഉളു തന്നെ ഉപയോഗിച്ചിട്ടുള്ള ദൃഢമായ ഭക്തിയുള്ള ആള്. ഇതൊക്കെയാണ് ഒരു വലിയ എന്ന് പറയുന്ന. അത്രയും ഒരു ശരീരം റബ്ബിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തും അധ്വാനിച്ചും റബ്ബിന്റെ മാർഗത്തിൽ തീഷ്ണമായ അവസ്ഥയിലൂടെ സഞ്ചരിച്ചും അവൻ നേടിയെടുക്കുന്ന അല്ലാഹ് എന്ന ആനന്ദം അത് അറിഞ്ഞവൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ വിഷമങ്ങളൊന്നും ഒരു വിഷമല്ല. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ പ്രത്യേകത, കഴിഞ്ഞു പോയ കാര്യങ്ങളിലെ ദുനിയവിയായ നഷ്ടങ്ങളോർത്ത് വിഷമിക്കുന്നവരല്ല അള്ളാന്റെ ഔലിയാക്കൾ. വരാനിരിക്കുന്ന കാര്യങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആശങ്ക അവർക്ക് ഇല്ല. അതാണ് അള്ളാന്റെ ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇനി കേട്ടോളൂ, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. രണ്ടാമത്തെ പ്രത്യേകത, അവർ പൂർണ്ണമായും മുഅ്മിനീങ്ങളാണ്. വകാനൂ യത്തഖൂൻ, പൂർണ്ണമായും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അല്ലാഹുവെ ഏറ്റെടുത്ത ആളുകളാണ് അവരെ അള്ളാഹു ഏറ്റെടുത്തതിന്റെ പേരിൽ അവർക്ക് ഭൂമിയിൽ വിഷമങ്ങളില്ല, സങ്കടങ്ങളൊന്നുമില്ല. പിന്നെ അവരുടെ പ്രത്യേകത, അവർ പൂർണ്ണമായും മുഅ്മിനീങ്ങളാണ്. പിന്നെ കാണാം, പൂർണ്ണമായ മുഅ്മിനും അള്ളാഹ് ഏറ്റെടുത്തവരുമാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ ജീവിതം സന്തോഷമാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവരുടെ മുഖം ചിരിച്ചായിരിക്കൂ, സന്തോഷ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഇനി ഇതിന്റെ ചെറിയ വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പേടിയില്ലാത്തവരും അവർ സങ്കടമില്ലാത്തവരാണെന്ന് പറഞ്ഞല്ലോ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം നോക്കിക്കോളൂ. ഇമാം സാവി രേഖപ്പെടുത്തുന്നു, മറ്റു പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റെടുത്തൊരു സമൂഹം. അവർ അള്ളാഹുലേക്ക് അങ്ങനെയാണ് അടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു ഏറ്റെടുക്കാണ്. കാന അബൂബക്കറിൽ അസ്സമ്മി റഹ്മത്തുള്ളാഹി അലൈഹി ഔലിയാഉല്ലാഹി ഹുമുല്ലദീന തവല്ലല്ലാഹു ഹിദായതഹും വതവല്ലൽ ഖിയാമ ബിഹഖിൽ ഉബൂദിയതി ലില്ലാഹി തആല വദ്ദഅവതി ഇലൈഹി. അല്ലാഹു ഹിദായത്ത് ഏറ്റെടുത്തു അവരുടെ, അത്രയും അവരുടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന അർത്ഥവത്തായി. അവരുടെ ഇബാദത്തുകൾ, അവരുടെ കർമ്മങ്ങൾ അത്രയും ഇഖ്ലാസോടുകൂടെ റബ്ബിനങ്ങ് കൊടുത്തു. റബ്ബിനെ അവർ അത്രയും മനസ്സുകൊണ്ട് ആസ്വദിച്ചു. അള്ളാഹു അവർ വഴി പിഴക്കില്ല എന്ന അവസ്ഥയെ റബ്ബ് തന്നെ ഏറ്റെടുത്തിരിക്കാം. മാത്രവുമല്ല, അള്ളാഹു അങ്ങനെ ഏറ്റെടുത്ത സമൂഹമാകുമ്പോൾ ഇവരാവട്ടെ, ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രത്യേകത, ഇവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നും വിധേയത്വ ബോധത്തോടുകൂടെ നിലകൊള്ളും എന്നത് റബ്ബിനോട് അവർ മനസ്സുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കരാറാണ്. മാത്രമല്ല, വദ്ദഅവതി ഇലൈഹി, ദീനനുസരിച്ച് ജീവിച്ച് അള്ളാന്റെ മാർഗത്തിലേക്ക് ആളുകളെ ചേർക്കുമെന്നത് അവർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വരുന്നിടത്താണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയൊക്കെ ചർച്ചയാകുന്നത്. അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വലിയ പ്രത്യേകതകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ക്ലാസ്സിൽ സംസാരിച്ചതാണ്. മഹാനവറുകൾ നടത്തിയിട്ടുള്ള പ്രബോധനത്തെ കുറിച്ച് നദവി സാഹിബ് പറയുന്നുണ്ട്. അറാദല്ലാഹു അസ്സ വജല്ല മിന്നി മൻഫഅത്തൽ ഖൽഖി ഫഇന്നഹു ഖദ് അസ്ലമ അലയ്യ അലാ യദയ്യ അക്തർ മിൻ 5000 മിനൽ യഹൂദി വന്നസ്വാറ വതഅബ അലാ യദയ്യ മിനൽ അയ്യാരീന വൽ മസാലിഹതി അക്തർ മിൻ 100,000. റിജാൽ നോക്കിയാൽ കാണാം, മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ പ്രബോധനത്തിൽ ലക്ഷത്തിലധികം അക്രമികൾ, അക്രമാസക്ത സ്വഭാവമുള്ള ആളുകൾ, ലക്ഷത്തിലധികം ആളുകളാണ് മുസ്ലിം ആയിട്ടുള്ളത്. മഹാനവറുകളുടെ പ്രബോധനത്തിന്റെ ആ ഒരു ശക്തിയിൽ, അതിന്റെ ഒരു തെളിച്ചത്തിൽ, വെളിച്ചത്തിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജൂത ക്രൈസ്തവ പാതിരിമാരാണ് ഇസ്ലാമിൽ വന്നിട്ടുള്ളത് എന്ന് നദവി സാഹിബ് അദ്ദേഹത്തിന്റെ റിജാലിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇവർ ധാരാളം ആളുകളെ കൂട്ടുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട് എന്ന്. ഏതായാലും വളരെ ചുരുക്കി പറയാം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ഏറ്റെടുത്ത ഈ വിഭാഗത്തെക്കുറിച്ച്. അള്ളാഹു നമ്മെയും ഏറ്റെടുക്കട്ടെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. അള്ളാഹു ഏറ്റെടുത്ത അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ പ്രത്യേകത കേട്ടോ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ഏറ്റെടുത്ത ഇവരുടെ പ്രത്യേകത കേട്ടോളൂ. ഇന്നല്ലാഹ തആല ഖാല,
അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല ഖാല അല്ലാഹു പറഞ്ഞിരിക്കുന്നു മൻ അദാലി വലിയം ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എൻ്റെ വലിയനെ ആരെങ്കിലും ശത്രുവായി കണ്ടാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടേ. എന്റെ വലിയനോട് ശത്രുത ആരെങ്കിലും പുലർത്തിയാൽ, വിവരമില്ലാതെ പലരും പലതും പറയാറുണ്ട്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, മറ്റു പല മുഹദ്ദിസീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ വലിയനെ ആരെങ്കിലും ശത്രുവായി കണ്ടാൽ തീർച്ചയായും അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കേട്ടോളൂ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ വലിയ എന്ന പദവി എങ്ങനെയാ കിട്ടാന്നറിയോ? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറദതു അലൈഹി. അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഞാൻ ഫർളാക്കിയ ഈ ഭൂമിയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ല, ഈ ഭൂമിയിൽ ഒരു അടിമ തന്റെ യജമാനൻ ഫർളാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണോ അത് മുഴുവനും ചെയ്തിട്ട് എന്നിലേക്ക് അടുത്തവനാണ് എന്റെ വലിയ. ഈ ഭൂമിയിൽ അങ്ങനെയാണ് വലിയുണ്ടായിട്ടുള്ളത്. ഫർള് മുഴുവനും അവർ ചെയ്തിട്ടുണ്ട്. ശരീഅത്താണത്. ഇനി കേട്ടോളൂ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. ഫർള് മുഴുവനും ചെയ്ത ശേഷം സുന്നത്തുകൾ എൻ്റെ അടിമ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ എന്നോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ അവൻ അടുക്കുമ്പോൾ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. അള്ളാഹു പറയാണ്, സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ സുന്നത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. ഏറ്റവും നല്ല ട്രിക്കാണിത്. ഹറാമുകൾ ചെയ്യാതിരിക്കുക, ഫർളൊക്കെ ചെയ്യാ. ഫർള് ചെയ്യാൻ ഇപ്പൊ നിസ്കാരം ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രധാനമായ ഒരു ഫർളുള്ളത്. സുന്നത്തുകൾ കൂടുതൽ ചെയ്യാ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകുക അല്ലാ. ഹബീബായ നിബിതങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസ്, റബ്ബിന്റെ പ്രഖ്യാപനം, എന്റെ അടിമ എന്നോട് കൂടുതൽ അടുക്കുന്നത് സുന്നത്തുകൾ ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു പോകും. സ്നേഹിച്ചാൽ ഞാൻ അവൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കാണ്. അള്ളാഹു സ്നേഹിച്ചാൽ എന്താ സംഭവിക്കാന്നുള്ളത് ഇനി പറയാം. അതിന്റെ ഇടയിൽ ഒരു ഹദീസ് പറയാം, സ്വഹീഹ് മുസ്ലിം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന എങ്ങനെയാണെന്നറിയും? അള്ളാഹു ഇങ്ങോട്ട് എടുത്താലും അടുപ്പമുണ്ടാവും, അള്ളാഹുവിനോട് അങ്ങോട്ട് എടുത്താലും ഈ ഇടയിലെ അടുപ്പം അങ്ങനെ കൂടിക്കൂടി വരും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ തഖറബ മിന്നി ശിബ്റൻ തഖറബതു മിൻഹു ദിറാഅ. സ്വഹീഹ് മുസ്ലിം. നമ്മൾ റബ്ബിലേക്ക് അടുക്കുന്നത് ഒരു ചാൺ ആണ് എങ്കിൽ അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് അടുക്കുന്നത് ഒരു മുഴമാണെന്ന് അള്ളാഹ് പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു മുഴമാണ് അടുക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നത് ഒരു മാറ് അകലം, അതായത് രണ്ട് കൈയും നിവർത്തിപ്പിടിച്ചാൽ ആ കൈയിന്റെ അറ്റം മുതൽ ഈ കൈയിന്റെ അറ്റം വരെ ഒരു ബാഴ് അകലം അള്ളാഹു നമ്മോട് അടുക്കും. നമ്മളൊരു മുഴ അങ്ങോട്ട് അടുത്താൽ 4 ഇരട്ടിയല്ല 5 ഇരട്ടിയല്ല, അതിനപ്പുറം അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് അടുക്കാണ്. എന്റെ അടിമ എന്നിലേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഞാൻ അവന്റെ അടുക്കലേക്ക് ഓടിയാണ് അള്ളാഹു അടുക്ക എന്ന് റബ്ബ് തന്നെ പറയുന്നതായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ റബ്ബിലേക്ക് നമുക്ക് അടുക്കാനുള്ള പ്രധാനമായ അമല് സുന്നത്തായ കർമ്മങ്ങളാണ്. ഇവിടെ ഒരു മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ജീവിച്ചു പോയതിലൂടെ പഠിച്ചെടുക്കേണ്ടത് അവരൊന്നും ഒരു സുന്നത്തുകളും കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരൊന്നും ഒരു ഫർളിലും വീഴ്ച വരാത്തവരായിരുന്നു, കഠിനാധ്വാനികളായിരുന്നു. മഹാനായ മമ്പറും തങ്ങളെ നമുക്കറിയാലോ, മഹാനായ ഇബ്രാഹിം ബാദ്ഷാ എർവാടി തങ്ങളറിയാലോ, മഹാനായ ഇന്ത്യയുടെ സുൽത്താൻ അശ്ശൈഖ് ഖാജാ മുഈനുദ്ദീൻ അൽ-ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളറിയാലോ, ശംസുൽ ഉലമയെ അറിയാലോ, കണ്ണിയത്ത് ഉസ്താദിനെ അറിയാലോ, മുനവ്വർ ഷാ തങ്ങളുപ്പാപ്പയെ നമുക്കറിയാലോ. ഇവരൊക്കെ സുന്നത്തായ അമലുകൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. സുന്നത്തായ അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു. ഇങ്ങനെ അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കാന്നറിയോ? സ്വഹീഹുൽ ബുഖാരി, ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി.
എൻ്റെ അടിമയോട് എനിക്ക് അങ്ങനെ അടുക്കാൻ കഴിഞ്ഞു. എൻ്റെ അടിമ എന്നോട് ഇങ്ങോട്ട് അടുത്താൽ ഞാൻ അവനെ സ്നേഹിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ അടിമ എന്നോട് അടുക്കുമ്പോൾ, ഞാൻ അവനോട് അടുക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു സ്നേഹബന്ധം വരും. അല്ലാഹ് നമ്മെ സ്നേഹിക്കട്ടെ, അല്ലാഹു സ്നേഹിക്കട്ടെ. ഹറാം ഒഴിവാക്ക, അല്ലാഹു നമ്മെ സ്നേഹിക്കാൻ, അല്ലാഹുവോട് കൂടുതൽ നമുക്ക് അടുക്കാൻ സുന്നത്തുകൾ ചെയ്യണം. ഫർദ് പൂർത്തീകരിച്ച ശേഷം സുന്നത്ത് ചെയ്യണം. സുന്നത്തുകൾ ഇങ്ങനെ കൂടുതൽ ചെയ്യാം. സുന്നത്തൊന്നും നിസ്സാരല്ല. നിസ്കരിക്കാൻ തലമറയ്ക്ക, ചുമ്മാ നടക്കുന്ന ആണുങ്ങൾ സഹോദരന്മാരെ മുണ്ടുമടി കുത്തരുതട്ടോ. മുട്ടിന്റെ മുകളിലേക്ക് പൊങ്ങിയാൽ ഹറാമാണ്. ഹറാമ് വെറുതെ നമ്മൾ അശ്രദ്ധമായി ചെയ്യുക. താടി മുറിച്ച് കളയല്ലേ, താടി വടിച്ചു കളയല്ലേ, അത് ഇരുന്നോട്ടെ. ഒരു 24 മണിക്കൂർ നിന്റെ കവിളിൽ താടി ഉണ്ടായ ആ 24 മണിക്കൂറും നീ ഒരു സുന്നത്തിലാടോ. പരമാവധി ഒളു എടുത്തുകൊണ്ട് നടക്കുക. കൂടുതൽ സ്വലാത്ത് ചൊല്ലാം. അള്ളാഹുവിലേക്ക് കൂടുതൽ എടുത്താൽ അള്ളാഹുവിന്റെ സ്നേഹം വരും. സ്നേഹം വന്നു കഴിഞ്ഞാൽ എന്റെ അടിമ കേൾക്കുന്ന കേൾവി ഞാനായി തീരും. എന്റെ അടിമ കേൾക്കുന്ന കേൾവി ഞാനായി തീരും. എന്റെ അടിമ കാണുന്ന കാഴ്ച ഞാനായി തീരും. എന്റെ അടിമ പിടിക്കുന്ന കൈ ഞാനാകും. എന്റെ അടിമ നടക്കുന്ന കാല് ഞാനാകും. എന്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും സത്യമായിട്ടും ഞാനത് കൊടുക്ക തന്നെ ചെയ്യും. തീർച്ചയായും ഞാനത് നിറവേറ്റും. അവൻ എന്നോട് എന്തെങ്കിലും കാര്യത്തിൽ അഭയം തേടിയാൽ, കാവൽ തേടിയാൽ ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യും. ഇതാണ് വലിയിന്റെ പദവി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവരൊന്നും വെറുതെ ഉണ്ടായവരല്ല. സ്വഹാബികളൊക്കെ വലിയാണ് നമ്മൾ വിശ്വസിക്കുക. എല്ലാവരും കറാമത്ത് കാണിക്കണമെന്നില്ല, വേണി കാണിക്കാം. കറാമത്ത് ഇതിന്റെ കൂടെ നിർബന്ധമൊന്നുമില്ലടോ. അതൊക്കെ വേണമെങ്കിൽ കേട്ടോളൂ. ഇമാം റാസി രേഖപ്പെടുത്തുന്നു സൂറത്ത് യൂനുസിന്റെ വ്യാഖ്യാനത്തിൽ, ഇങ്ങനെ അള്ളാഹു കയ്യും കാലും ഒക്കെ ആയി മാറൂ എന്ന് പറഞ്ഞല്ലോ. കണ്ണ് അള്ളാഹു ആകും എന്ന് പറഞ്ഞല്ലേ. അതിനർത്ഥം എന്താ? ആ കണ്ണുകൊണ്ട് ഹറാമ് കാണലില്ല. ആ കണ്ണുകൊണ്ട് കണ്ടത് മുഴുവൻ നന്മയും സുന്നത്തായ കാഴ്ചകളാ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഖുർആൻ ഓതുന്നവരാ. നമുക്ക് വാക്യ കാണാതറിയാം, നമുക്ക് മുൽക്ക് കാണാതറിയാം, നമുക്ക് മിക്കവാറും അനാമൊക്കെ കാണാതറിയാവുന്നവരൊക്കെ ഉണ്ടാവും. ഇന്നാള് അടുത്തൊരു ഉമ്മ വിളിച്ചു പറഞ്ഞു, അവര് സൂറത്തുൽ മുൽക്ക് നമ്മുടെ ക്ലാസ് കേട്ട് അൽഹംദുലില്ലാ അവര് സൂറത്തുൽ മുൽക്ക് പഠിച്ചു എന്നും ഓതി കാണാതെയായി എന്ന സന്തോഷം വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു ഖബൂലാക്കട്ടെ. എന്റെ സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും ഈ അധ്യായം സൂറത്തുൽ മുൽക്ക് മനഃപ്പാഠമാക്കുന്നത് എന്റെ മോഹമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അത്രത്തോളം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നുണ്ട് സൂറത്തുൽ മുൽക്ക് മനഃപ്പാടാക്കാൻ. എന്നാലും കണ്ടേ ഓതാവൂ. അതെന്താ? കണ്ണിനൊരു സുന്നത്ത് കിട്ടാണ്. കയ്യുകൊണ്ട് സുന്നത്ത് ചെയ്യണം. നമ്മൾ പല്ല് തേക്ക എന്നതൊരു സുന്നത്താണ്. പക്ഷെ അത് ചെയ്തത് കയ്യുകൊണ്ടാണെങ്കിൽ കയ്യു സുന്നത്ത് ചെയ്യലാണ്. ഇങ്ങനെ കയ്യും കണ്ണും കാതും ഒക്കെ ഹറാമ് ചെയ്യാതെ അമല് ചെയ്യുന്നോടത്ത് ഈ കയ്യും കാതും കണ്ണും ഒക്കെ നമ്മുടെ മുന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജലാലിയത്തിന്റെ വെളിപാട് വന്നു പോവാണ്. നമ്മുടെ കയ്യും കണ്ണൊക്കെ അസാധാരണമായി മാറാം. അങ്ങനെ വരുമ്പോ കയ്യിന് ബർക്കത്തുണ്ടാവും, ആ കണ്ണിന് ബർക്കത്തുണ്ടാവും. ആ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നല്ല രീതിയിൽ വരും. ആ നാവ് കൊണ്ട് എന്തെങ്കിലും ദുആ ചെയ്താൽ ഉത്തരവുണ്ടാവും. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാ. ഹറാമ് സൂക്ഷിച്ചിട്ട് അമല് ചെയ്യാ ഫർളായത്. ഫർള് പൂർത്തിയായാൽ പരമാവധി സുന്നത്തുകൾ ചെയ്യാം. ഈ ഒരു അവസ്ഥയാ ഹഖീഖത്ത് എന്ന് പറയാ. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, ഫൽ ഖുർബു മിൻഹു ഇന്നമാ യകൂനു ഇദാ കാനൽ ഖൽബു മുസ്തഗ്രിഖൻ ഫീ നൂരി മഅരിഫത്തില്ലാഹി തആല. മനസ്സ് മുഴുവൻ അല്ലാഹ് 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 എന്ന ചിന്തയിൽ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദിക്റുകൾ അങ്ങനെയും വരും. അല്ലാഹ് അല്ലാഹ് എന്നല്ലാതെ ഒന്നും വരൂല വായിൽ. അപ്പോഴാണ് അംഫാസിയായ ദിക്റുകൾ വരാ. ശ്വസനം ദിക്റായി മാറും. അംഫാസിയായ ദിക്റ് രണ്ട് വിധമാണ്. ഒന്ന് അൽഫാലിയായ ദിക്റ്, രണ്ട് അംഫാസിയായ ദിക്റ്.
അൽഫാദിയായ ദിക്റുകളെ നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അങ്ങനെയുള്ള ചൊല്ലുന്ന എല്ലാ ദിക്റുകളും അൽഫാദിയായ ദിക്റാണ്. നമ്മളൊക്കെ ഇപ്പൊ ചൊല്ലുന്ന ദിക്റുകളൊക്കെ അൽഫാദിയായ ദിക്റാണ്. അംഫാസിയായ ദിക്റിന്റെ എപ്പോഴും ഇമാം റാസി പറയുന്നു, നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ നൂറാനിയത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹു എന്ന വിചാരത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. അങ്ങനെ വരുമ്പോ നമ്മുടെ ശ്വസനവും നിശ്വാസവും ദിക്റായി മാറും. ഒരിക്കൽ മലയാളത്തിലൊരു പ്രധാന പത്രം അതിന്റെ ഒരു എഡിറ്റോറിയൽ പേജിൽ എഴുതി, ഒരു മുസ്ലിം പത്രം തന്നെ എഡിറ്റോറിയൽ പേജിൽ എഴുതി, ഞാൻ പത്രത്തിന്റെ പേര് പറയുന്നില്ല, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു എടുത്ത് ദറസ ഏറ്റട്ടെ, വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഉമ്മ, അള്ളാഹുവേ ഉമ്മയുടെ ദറസ നീ ഏറ്റണേ അല്ലാ, വലിയ മഹദിയാണ്. ചാപ്പനങ്ങാടി ഉസ്താദ് തന്നെ സമസ്തയുടെ നേതാക്കളിൽ പ്രമുഖനാണല്ലോ. കൈ ഉയർത്തിയിട്ട് അള്ളാഹുവോട് ദുആ ചെയ്ത് കൈ താഴ്ത്തുന്നതിന് മുന്നേ ഉത്തരം കണ്ട, മലയാളം കണ്ട വലിയ മഹാൻ, കറാമത്തുകളുടെ ഉടമ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖൻ. ഈ പൊന്നുമോൻ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്ക് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മയും അതുപോലെയായിരുന്നു. മലയാളത്തിന്റെ പ്രമുഖമായ പത്രം ചാപ്പനങ്ങാടി ഉസ്താദിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിന്റെ വാർഷികത്തിന്റെ ആ ദിവസം അതിന്റെ എഡിറ്റോറിയൽ പേജിൽ തന്നെ ചാപ്പനങ്ങാടി ഉസ്താദിനെ കുറിച്ച് എഴുതിയോടുത്ത് കൃത്യമായി വായിച്ചു തോർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഉമ്മയെ കുറിച്ചാണ് എഴുതി തുടങ്ങുന്നത്. ബി ഉമ്മ എന്ന പേരാണ് ആ ഉമ്മയുടെ പേര്. ബി ഉമ്മ എന്ന പേര് ചന്ദ്രിക പത്രമാണ്, ഞാൻ പേര് മാറ്റി വെക്കുന്നില്ല. ബി ഉമ്മ എന്ന പേരുള്ള മഹദി ഉണ്ടല്ലോ, ഉറങ്ങുന്ന നേരത്ത് ശ്വസനത്തിന്റെ ശബ്ദം യാ ഹയ്യു യാ ഖയ്യൂം ഇത് ദിക്റായിരുന്നു അത്രേ. അല്ലാഹുവേ, അംഫാസിയായ ദിക്ർ. എനിക്കറിയാം പലരും ദിവസം 10,000 ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്നവരുണ്ട്. നമുക്കൊക്കെ അങ്ങനെ ഒന്നാവണ്ടേ? എത്ര പേരാ ഒരു ദിവസം നമ്മോട് ദുആ ചെയ്യാൻ വിളിച്ചു പറയാ, എഴുതി അറിയിക്കാം, മദീനയിൽ ഒന്ന് കിടന്ന് മരിക്കാൻ. എടോ, മദീനയുടെ മലർവാടിയിലെ മഹാനായ രാജകുമാരൻ നമ്മുടെ തൊട്ടു മുന്നിൽ വന്ന് നിന്നാലും മദീനയിലെ മരണം നമുക്ക് സാധ്യമാവണമെന്ന മോഹം പോലെ തന്നെയല്ലേ അള്ളാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂവദനം കണ്ടിട്ട് മരിക്കുക എന്നതും മദീനയിൽ മരിക്കുന്ന പോലെയല്ലേ? അള്ളാഹു നിറവേറ്റി തരട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖം കണ്ടപ്പോൾ കയ്യിന്റെ 5 വിരലും മുറിഞ്ഞ് രക്തം വാർന്നൊലിച്ച വേദനയും രക്തമൊലിച്ചിറങ്ങിയപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയും അന്നത്തെ സുലൈഖയുടെ കൊട്ടാരത്തിലെ കൈ മുറിച്ച പെണ്ണുങ്ങൾക്ക് അത് അറിയാതെ പോയത്. കൈ മുറിഞ്ഞ വേദന യൂസുഫ് നബിയുടെ മുഖം കണ്ടപ്പോ അറിയാതെ പോയ പോലെ മരണത്തിന്റെ ഏറ്റവും പ്രയാസകരമായ വേദന അറിയാതിരിക്കാൻ പൂമുത്തിന്റെ ആ പൂവദനമൊന്ന് കണ്ടാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാരും ദുആരക്കാൻ പറയലുണ്ട്, ഉസ്താദേ മദീനയിൽ കിടന്ന് മരിക്കണം, ആ മദീനയെ നമ്മുടെ വീട്ടിൽ നമുക്ക് സംവിധാനിക്കാൻ കഴിയണം എന്നല്ല, നാം എവിടെ കിടന്ന് മരിക്കുന്നുവോ അവിടെ കിടന്ന് മരിക്കുന്നത് ഒരു മദീന അനുഭവമായി മാറണം. ഹബീബ് നമ്മുടെ മുന്നിൽ വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറയാം, നമ്മുടെ ഹൃദയം മഅരിഫത്തിന്റെ വെളിച്ചത്തിൽ കുളിച്ചു കിടക്കുമ്പോ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഉമ്മ അംഫാസിയായ ദിക്റിൽ ശ്വസിക്കുമ്പോൾ ലാ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ഉച്ചരിച്ച പോലെ ഉച്ചരിക്കാൻ നമ്മുടെ ശ്വസന നിശ്വാസം കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ വരുന്നോടത്താണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി തങ്ങളുടെ റാത്തീബ് ദിക്റുകളിൽ നമ്മൾ ചില ദിക്റുകൾ ചൊല്ലാറുണ്ട്. റാത്തീബ് എന്ന് പറഞ്ഞാൽ ആ മഹാൻ പതിവായി ചൊല്ലിയ ദിക്റുകൾ എന്ന് അതിനർത്ഥമുള്ളൂ. അതിലൊന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് നിരക്കാത്ത ഒന്നുമില്ല. അങ്ങനെയൊക്കെ വെറുതെ അടിച്ചു വിടുന്ന ആളുകളുണ്ട്. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു രാത്രിയിലും മുടങ്ങാതെ ചൊല്ലിയ ദിക്റുകളാണ് മുഹയ്യിദ്ദീൻ റാത്തീബ്. റിഫായി റാത്തീബ് എന്ന് പറഞ്ഞാൽ മഹാനായ റിഫായി ഷെയ്ഖ് ഒരു ദിവസവും മുടങ്ങാതെ ചെയ്ത, ആ മഹാൻ ചെയ്ത നന്മ നമുക്ക് ചെയ്യാലോ, അവർ മുടങ്ങാതെ ചെയ്ത നന്മ.
യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അല്ലാഹുവിന്റെ അസ്മാഉകളാണ് ഈ പറഞ്ഞത്. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ദിക്റുകളല്ലേ? യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ഇത് ഹദീസിലുള്ളതല്ലേ? അത് മുഹീദ്ദീൻ ശൈഖ് പതിവായി ചൊല്ലി. അങ്ങനെ വരുമ്പോൾ അത് അൽഫാദിയായ ദിക്റാണ്. അതിന് വേറെ അർത്ഥങ്ങളുണ്ട്, നാം കാണാത്ത അർത്ഥതലങ്ങളുണ്ട് അതിന്. അത് അള്ളാന്റെ വലിയനെ അറിയൂ. അള്ളാനെ കുറിച്ച് പറയുന്ന ദിക്റുകളുടെ ആഴം. നിന്റെ വലിയനെ അറിയൂ, നിന്റെ നബിക്കെ അറിയൂ. അങ്ങനെ കുറെ അറിവുകളുണ്ട്. കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. ഖുർആൻ പറഞ്ഞ ഒരു അറിവാണിത്. പല നിലക്കുള്ള അറിവുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ഒരു പുക കാണുന്നു, അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് അയാൾ പറയാണ് അവിടെ തീയുണ്ട്, തീയിന്റെ അംശമുള്ളത് കൊണ്ട് പുകയുള്ളത്. തീയിനെ കുറിച്ചുള്ള ഒരു അറിവ് അയാൾക്കുണ്ട്, തീ ഉണ്ടെങ്കിൽ പുകയുണ്ടെന്നുള്ളത്. അതൊരറിവാണ്. അത് ഇവിടെ ഇരുന്നാ പറഞ്ഞത്. അയാൾ തീ കാണാതെ തീ ഉണ്ടെന്ന് പറഞ്ഞു. തീയിനെ കുറിച്ചുള്ള, തീയിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള അറിവ് അയാൾക്കുണ്ട്. തീയിന്റെ സ്വഭാവം പുകയുണ്ടാവുക എന്നുള്ളതാണ്. അതൊരറിവാണ്. അതിലും വലിയൊരു അറിവുണ്ട്. അവിടെ പോയി തീ കത്തണത് കണ്ടു, അപ്പൊ പുകയും വന്നത് കണ്ടു. അങ്ങനെ പറയുന്ന അറിവ് ആദ്യം പറഞ്ഞതിനേക്കാളും വലിയ അറിവാണ്. തീയിന്റെ സ്വഭാവം അറിയാൻ ഒരാൾ തീയിൽ കൈ വെച്ചു നോക്കി, ഇതാണ് തീ എന്ന് അയാൾക്ക് ബോധ്യായ പോലെ. ഇപ്പൊ ഈ രണ്ടുപേരും പറഞ്ഞു കൊടുത്ത് അവർക്ക് ബോധ്യായിട്ടില്ല. ഈ തീയിന്റെ ചൂടെന്താണെന്ന് അയാൾ അറിഞ്ഞു. ഈ ചൂടും ആ പുകയും തീയിന്റെ സ്വഭാവം ഒക്കെ അയാളും അറിഞ്ഞു. അറിവ്, 3 തരത്തിലുള്ള അറിവാ. ഒരാൾ അകലേന്ന് നിഗമനം നടത്തി, മറ്റേ ആൾ അടുത്തു പോയി നിന്ന് കണ്ടറിഞ്ഞു, മൂന്നാമത്തെ ആൾ അനുഭവിച്ചറിഞ്ഞു. അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞു വരുമ്പോ അങ്ങനെയാ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദിക്റുകളുടെ സ്റ്റൈല് മാറും. റാത്തീബിൽ നമ്മൾ ചൊല്ലാറുണ്ട്. അല്ലാഹു എന്ന പരിശുദ്ധമായ ജലാലത്തിന്റെ ആ ഇസ്മാണ് ഹാ ഹൂ ഹി ഹയ്യുൻ ബിസ്മില്ലാഹി യാ അല്ലാഹു. അങ്ങനെ ഹാഹു ഹി ഹയ്യുൻ ഹു 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 യാ മൻ ഹു. ഹു എന്ന് പറഞ്ഞാൽ ഹുവ, ഹു എന്ന് പറഞ്ഞാൽ ഹുവ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അഹ്മദ് ഷിർബാസി എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്റെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അഹ്മദ് ഷിർബാസി പറയുന്നു, ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം അള്ളാഹനെ പറയുന്നോടത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമാണ് ഹുവ. ഹുവല്ലദീ ജഅല ശംസ ളിയാഅ വൽ ഖമറ നൂറ وقدره منازل لتعلموا عدد السنين والحساب. ഹുവ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക. ആ ഹുവയാണ് മുഹീദ്ദീൻ റാത്തീബിൽ കണ്ട ഹു ഹാഹി ഹു ഹയ്യുൻ ഹു 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 യാ മൻ ഹു. ഹൃദയം മഅരിഫത്തിൽ കുളിച്ചു കിടക്കുന്ന ആളുടെ ശ്വസനവും നിശ്വാസവും അത് റബ്ബിന്റെ ദിക്റായി മാറുന്ന ഒരവസ്ഥ വരും. അതാണ് ഹഖീഖത്ത്. അപ്പോൾ അവൻ പലതും പറയും. ആ പറയൽ പലതും സംഭവിച്ചു കാണും. അള്ളാഹു മറയെടുത്ത് മാറ്റുന്ന, അവന്റെയും സൃഷ്ടിയുടെയും ഇടയിൽ ചില മറകൾ മാറ്റുന്ന ഒരവസ്ഥ. എന്റെ വക ഒന്നും പറയണില്ല. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നു, ഫഇൻ റആ ദലായില ഖുദ്റത്തില്ലാഹ്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണുന്നത് അല്ലാഹുവിന്റെ ഖുദ്റത്തായിരിക്കും. പിന്നെയോ വൈൻ സമിഅ ആയാത്തില്ലാഹ്. അങ്ങനെ വരുമ്പോൾ അവൻ കേൾക്കുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായിരിക്കും. എന്ത് കേട്ടാലും അതിൽ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനുള്ളത് അവന്റെ ചെവിയിലേക്കെത്തൂ. അവന്റെ കണ്ണുകൊണ്ട് അവൻ എന്ത് കണ്ടാലും അള്ളാഹിനെ കുറിച്ച് കാണാനുള്ളതും അറിയാനുള്ളതും ആ കണ്ണിന്റെ മുന്നിൽ വരികയുള്ളൂ. അവന്റെ നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും അത് അള്ളാഹുവിന് സ്തുതിയായി മാറും. നാവ് അങ്ങനെയോ.
അവൻ അനങ്ങിയാൽ അനക്കം പോലും അള്ളാന്റെ മാർഗത്തിലാകും. ഒറ്റ വാക്കിൽ പറയാം, ഇമാം റാസി രേഖപ്പെടുത്തുന്നു, വലാ യറാ ബിഖൽബിഹി ഗൈറല്ലാഹ്. അവന്റെ ഹൃദയം കൊണ്ട് അവനിപ്പൊ കാണുന്നത് അള്ളാനെ മാത്രം എന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോഴാ കറാമത്ത് വെളിവാവ. അങ്ങനെ വരുന്ന അവസ്ഥയിലാ കറാമത്ത് വെളിവാവ. കറാമത്ത് എങ്ങനെയാ വെളിവാവ? ഈ അവസ്ഥയിൽ. ഇൻഷാ അല്ലാഹ് ഇത് കേട്ടാൽ ഇതിന്റെ അടുത്ത ഭാഗം കേൾക്കണം. ഇതിന്റെ തുടർച്ചയാണ് കറാമത്ത് വെളിവാകുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അടുത്ത ക്ലാസ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.